പരിശുദ്ധ ഖുർആനിനും ഹദീസിനും അർത്ഥം തെറ്റിച്ച് പറഞ്ഞ് മുസ്ലിമീങ്ങളെ പിഴപ്പിക്കുന്ന ഈ മൗലവി നട്ടല്ലുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ചങ്കൂറ്റമുണ്ടോ, ധൈര്യമുണ്ടോ, നട്ടല്ലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ നാദാപുരത്തിന്റെ മണ്ണിലാണ് കാണേണ്ടത്. ഇത് കഴിയുന്നുണ്ടെങ്കിൽ കൊണ്ടുവരീൻ. നിങ്ങൾ എന്താ വിചാരിച്ചത്? അമ്പിയാക്കന്മാരുടെ പേരിൽ നുണ പറഞ്ഞു പോകാമോ? കൊണ്ടുവരണം, നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ഞാൻ വായിച്ചതുപോലെ ബുഖാരി വായിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിങ്ങളോടെന്ത്? ബുഖാരി വായിച്ചിട്ടാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ? നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? എന്താ മൂപ്പർക്ക് വിഷയത്തിൽ നിന്ന് സംസാരിച്ചിട്ട് ഒരു സ്ഥലത്തും മൂപ്പർക്ക് രക്ഷയില്ല. ഓരോന്നും പിടിച്ച് ഞാൻ ഓരോ സ്ഥലത്തും മൗലവിയുടെ തൊള്ള കെട്ടിയപ്പോ ഇപ്പൊ മൗലവി ചോദിക്കും നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? തമ്മിൽ തർക്കത്തിലുള്ള വിഷയത്തിലല്ല. പിന്നെ എന്താണ് വിഷയം എന്നറിയോ നിങ്ങള്? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ മജ്മഉൽ ബഹ്റൈനിൽ പോയി ചില വിവരങ്ങൾ നേടിയ സംഭവം പരിശുദ്ധ ഖുർആനിലുണ്ട്. അന്ന് മൂസാ നബി അലൈഹിസ്സലാം പോയിരുന്നത് ഏത് മഹാന്റെ സമീപത്താണ്? അത് ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമീപത്താണെന്നതാണ് ഏറ്റവും പ്രസിദ്ധമായതും സഹീഹുൽ ബുഖാരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് പറയുന്ന ഹദീസിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നാൽ സഹോദരന്മാരെ, മറ്റൊരു സഹാബിയായ ഹിർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അത് ഖളിർ അലൈഹിസ്സലാം അല്ല, വേറെ ഒരു മഹാനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പഠിക്കാൻ പോയിരുന്ന ആ മഹാനെന്ന് പറഞ്ഞത് അതേ ബുഖാരിയിൽ തന്നെ ഉണ്ട്. അത് പറഞ്ഞതും ഒരു സഹാബിയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അവിടെ തർക്കമുണ്ട്. ഇതുപോലെ മൂസാ അലൈഹിസ്സലാം പോയി ഖളിർ അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ച സംഭവമുണ്ടല്ലോ. ആ മൂസ ഏത് മൂസയാണ്? ബനൂ ഇസ്രായേലിൽ വന്ന കലീമുല്ലാഹി മൂസാ നബി ആണോ? അതല്ല, മൂസബിനു മീശ എന്ന് പറയുന്ന ഒരു മൂസയുണ്ട്. ആ മൂസയാണോ? അതിലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. വലിയ ഇമാമും താബിഈയും ഫാദിലുമായ അതേ ഒരാൾ ഫത്ഹുൽ ബാരിയിൽ നിങ്ങൾക്ക് കാണാം. വനൗഫുനിൽ മദ്കൂറു താബിഈൻ മിൻ അഹ്ലി ദിമശ്ക് ഫാദിലുൻ ആലിമുൻ ലാ സിയമാ ബിൽ ഇസ്രാഈലിയാത്ത് വകാന ബിൻ അംറാതി കഅബിൽ അഹ്ബാർ വഖീല ഗൈറു ദാലിക്. നൗഫുൽ ബഖാലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, ഡമസ്കസുകാരനാണ്, ഫാദിലുൻ ബഹുമാനിയാണ്, ആലിമുൻ പണ്ഡിതനാണ്, ഇസ്രായേൽ സംഭവങ്ങളിൽ വലിയ വിവരമുള്ള ആളാണ്. ആ മഹാനായ നൗഫുൽ ബഖാലി എന്ന് പറയുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ പറയുന്നുണ്ട് അത് മൂസാ നബി അല്ല, മൂസബിന് മീശയാണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞതിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അത് സംസാരിക്കുന്ന സമയത്ത് കദബ അദുല്ലാഹി എന്നൊരു വാചകം പറഞ്ഞിരുന്നു. ആ വാചകം കൊണ്ട് കണ്ടിട്ട് നിങ്ങളാരും തന്നെ നൗഫുൽ ബഖാലി അല്ലാഹുവിന്റെ ശത്രുവാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പ്രത്യേകമായി പറയുന്നുണ്ട്. ഖാല ഇബ്നു തീൻ ലം യുരിദ് ഇബ്നു അബ്ബാസ് ഇഖ്റാജ നൗഫിൻ അൻ വിലായത്തില്ലാഹി ولكن قلوب العلماء تنفر إذا سمعت غير الحق فيطلقون أمثال هذا الكلام لقصد الزجر والتحذير منه وحقيقته غير مرادة. നൗഫുൽ ബഖാരിയെ സംബന്ധിച്ച് അതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം അതതിന്റെ ബാഹ്യാർത്ഥം അനുസരിച്ച് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് പറയുന്നുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇബ്നു അസ്കലാനി പറയുന്നു നൗഫുൽ ബഖാരി ഇസ്ലാം മതം സ്വീകരിച്ച മഹാനാണെന്ന വിവരം അറിയാതെ പറഞ്ഞു പോയതാണ് ഇബ്നു അബ്ബാസ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നൗഫുൽ ബഖാരിക്ക് ഒരു വാദം, അദ്ദേഹത്തിന്റെ വാദമാണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അല്ല എന്ന ഒരു വാദം. ഏതായാലും ആ മൂസ ഏത് മൂസയാണെന്നതിനെ സംബന്ധിച്ച് അതാ സഹാബത്തിന്റെ കാലത്ത് തർക്കം നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അത് ബുഖാരിയിൽ തന്നെ ഉണ്ട്. ഇനി സഹോദരന്മാരെ, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ് ഖളിർ അലൈഹിസ്സലാമിന്റെ അടുക്കൽ പഠിക്കാൻ പോയതെങ്കിൽ തന്നെ അത് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷമാണോ? നുബുവത്ത്
വരുന്നതിന് മുമ്പാണോ? അങ്ങനെയും ഒരു ചർച്ച നടന്നിട്ടുണ്ട്. അത് കേരളത്തിൽ തന്നെ CN അഹമ്മദ് മൗലവി അടക്കം അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ചില പണ്ഡിതന്മാരും അത് നബുവത്ത് കിട്ടിയതിന് ശേഷമായി ആയിരിക്കില്ല, അതിന് മുമ്പായിരിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. ആ പറഞ്ഞ വാദം മഹാനായ ഇസ്മായിൽ ഉസ്താദ് അവർകൾ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം വെച്ചിട്ട് മൗലവി എന്നോട് ചോദിക്കാണ്, നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ? ആ മൂസാ നബിക്ക് അപ്പോൾ നബുവത്ത് കിട്ടിയിട്ടില്ലെന്ന് ഇസ്മായിൽ ഉസ്താദ് പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇത് നമ്മളെ തർക്ക വിഷയമാണോ മൗലവി? ഇത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ചയല്ലേ? നമ്മൾ തമ്മിലുള്ള തർക്കം എന്തായിരുന്നു? അത് വെച്ചിട്ട് ഖദർ അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്തു. എന്നിട്ട് ഖദർ അലി ഇസ്ലാം ഒരു കുട്ടീനെ കൊന്നു. ആ കുട്ടീന്റെ മനസ്സിൽ കുഫറാണ് എന്നുള്ളത് ഖദർ അലി ഇസ്ലാം ഇങ്ങനെ കണ്ടു. മനസ്സിൽ കുഫറാണ് എന്നുള്ളത് കണ്ട് അത് കൊന്നു. പിന്നെ പിന്നിലെങ്ങാനുമുള്ള കപ്പലിന്റെ എത്രയോ അപ്പുറത്തുള്ള രാജാവ് വന്നിട്ട് കപ്പൽ പിടിച്ചെടുത്തോളൂ എന്നുള്ളത് ഖദർ അലൈഹി സ്വലാം കണ്ടു. എന്നിട്ട് കപ്പലിന് കേടുവരുത്തിച്ചെന്തിന്? ഈ രാജാവ് പിടിക്കാതിരിക്കാനേ. ഖുർആനിലുള്ള സംഭവമാണ്. പിന്നെ എത്രയും കുട്ടികളെ മതിൽ, അതിന്റെ ഉള്ളിൽ നിധിയും ആരും കാണാത്ത നിധി, അത് ഖദർ അലൈഹി സ്വലാം കണ്ട്. എന്നിട്ട് അതിന്റെ നാട്ടുകാർ, ഭക്ഷണം തരാത്ത നാട്ടുകാർ എടുക്കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മൂപ്പര് മതിൽ എന്നാക്കി വെച്ച്. ഇവര് പറഞ്ഞാൽ, ഇയാൾ പറഞ്ഞ അനുസരിച്ചാ കർട്ടന്റെ പുറകില് കാണൂല, മതിലിനുള്ളിലുള്ള ഖദർ അലൈഹി സ്വലാം കണ്ടത്. അവിടെ നാട്ടിൽ തന്നെ ഇല്ലാത്ത രാജാവിനെയാ കണ്ടത്, രാജാവിന്റെ അക്രമമാ കണ്ടത്, മനസ്സിന്റെ ഉള്ളിലുള്ളതാ കണ്ടത്. ഈ ആയത്ത് നമ്മള് ഔലിയാക്കൾക്കല്ല ഇത്തരത്തിലുള്ള പവർ കൊടുക്കൂന്നുള്ളതിന്, അമ്പിയാക്കൾക്കല്ല കൊടുക്കൂന്നുള്ളതിന് തെളിവ് ധരിക്കുക. അതിന് മൗലവി നേരെ ഉരുട്ടിയിട്ട് മൂപ്പര ചോദ്യം എന്താ അറിയോ? മൂസാ നബി കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നബി എന്നെ കണ്ടിട്ടില്ലല്ലോ, അപ്പൊ വലിയ കാണൂല എന്ന് മനസ്സിലായില്ലേ? നേരെ തിരിച്ച്. എന്നാ ഈ മൗലവിനോട് ഞാൻ ചോദിക്കട്ടെ, മൗലവി കൈരക്കാണം അറിയാന്നല്ല വേറെ ചില സംഗതിയും കേട്ടോ. ബുദ്ധി പറഞ്ഞ മൗലവിമാർക്ക് തീരുണ്ടാവില്ല. എങ്ങനെ? നമ്മുടെ സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കൂല, എത്ര ചോദിച്ചാലും പറഞ്ഞു കൊടുക്കൂലാണോ ചങ്ങാതി? പറഞ്ഞാരാ? ഹുസൈൻ സൽഫിയ. എന്താ പറഞ്ഞത്? സ്കൂളിലെ ടീച്ചർ കുട്ടിയൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കൂല. എന്താന്ന് ചോദിച്ചു, നിങ്ങൾ കാണുന്നില്ലേ കുട്ടികൾ പരീക്ഷയ്ക്ക് ഇരുന്നിട്ട് ഉത്തരം കിട്ടാണ്ട് ഇങ്ങനെ കുടുങ്ങുമ്പോ ടീച്ചറോട് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് ശരി, ടീച്ചർ എന്നെ പരീക്ഷിക്കുകയാണ് കുട്ടികളെ. ആ പരീക്ഷന്റെ ഉത്തരം ചോദിച്ചാല് ഈ കുട്ടിയൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക. അപ്പൊ മൂപ്പര് കണ്ടുപിടിക്കേണ്ടത് ടീച്ചർ പഠിപ്പിക്കാത്ത ടീച്ചറാണ്, കുട്ടികൾ ചോദിച്ചാൽ പറഞ്ഞോട് സംശയം ചോദിച്ചാൽ മറുപടി അറിയാത്ത ടീച്ചറാണ്. നല്ല കണ്ടുപിടുത്തല്ലേ? ഇതുപോലെ സഹോദരാ, മൂസാ നബി അലൈഹിസ്സലാമിന് ചില സംഗതികൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞേച്ച യാത്രയല്ലേ അത്. അപ്പൊ പിന്നെ മൂസാ നബിയും ഖിദ്ർ നബിയെ പോലെ തന്നെ കണ്ടാൽ മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കേണ്ട ഇൽമു പിന്നെ അറിയാൻ കഴിയോ? എന്തിനായിരുന്നു യാത്ര സംഘടിപ്പിച്ചിരുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന് അതിലൂടെ ചില പാഠങ്ങൾ മനസ്സിലാക്കാനല്ലേ. പിന്നെ ഖിദ്ർ അലൈഹിസ്സലാം കാണുന്നൊക്കെ മൂസാ നബിയും കണ്ടാൽ പിന്നെ ഈ പാഠം പഠിക്കൽ കിട്ടുമോ? അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലുഹു അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയിച്ചു കൊടുക്കാതിരുന്നത് മൂസാ നബിക്ക് മറ്റൊരു വിവരം അറിയിക്കാനല്ലേ. ഇത് മനസ്സിലാക്കാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. ഇത് മൗലവി പറയണു, ഈ മൂസാ നബി കാണാത്തതൊരു വലിയ മുട്ടമ്പടിയാണ് കറാമത്തിനെതിരേറ. അത് വെച്ച് തരാം, മൗലവി വലിയതും കാണിച്ചു തരാം. അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ വന്നല്ലോ. ഒരു നബിയല്ലേ മറഞ്ഞ കാര്യം അറിയാതെ വന്നിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പോലും മുഴുവൻ പറയുന്നത് അതാ അവർക്കൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കാണുന്നല്ലോ, അവരെന്താഗ്രഹിച്ചാലും അത് കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ ഇങ്ങടെ കൽബകം എന്നോവർ കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടി പറഞ്ഞോവർ. കൺകൊണ്ട് കണ്ടതും അല്ലാത്തതുമൊക്കെ അവർക്ക് തുല്യമാണ്. ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ വരെ അവരറിയുള്ളവരാണ്. അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കക്ഷികളുടെ തലമണ്ടയിലേക്ക് വലിയ ഒരു മുട്ടൻ വടിയാണ് ഈ ആയത്ത്. മൂസ നബി അറിഞ്ഞോ? മൂസ നബിക്ക് എന്തേ ഖിദ്ർ അലൈഹിസ്സലാം അറിഞ്ഞ രഹസ്യങ്ങൾ അറിയാതെ പോയി? എന്തേ ആ ഗൈബ് മൂസ നബി അറിയാതെ പോയി? കേട്ടില്ലേ? മൂസ നബി എന്തേ അറിയാതെ പോയത്?
നിങ്ങളാലോചിച്ചു, മൂസാ നബി ഇസ്ലാം പഠിച്ചോനെന്തിനു പറഞ്ഞത്? ഖളിർ അലൈഹി ഇസ്ലാമിന് നിങ്ങൾക്കില്ലാത്തയുള്ള വിവരമുണ്ട് എന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. അത് തെളിയിച്ചു കൊടുക്കുന്ന സമയത്ത് പിന്നെ അള്ള മൂസാ നബി കൂടി അതിന് അങ്ങോട്ട് കൊടുത്താലേ പിന്നെ അള്ള പറഞ്ഞേച്ച് വെറുതെ ആവൂലേ? അതുകൊണ്ട് മൂസാ നബിക്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ലാന്നാ, അല്ലെ നബിമാർക്ക് അറിയില്ലാന്നാ? ഇത് ഏതാ രംഗം പഠിക്കണ്ടേ ഈ മൗലവി? എന്നിട്ട് പറയാം മുട്ടം പടിയാണ്. ആർക്കെതിരെ മുട്ടം പടി? ഖളിർ അലൈഹി ഇസ്ലാം കണ്ടില്ലേ, കേട്ടില്ലേ, അറിഞ്ഞില്ലേ? പടി അപ്പറ മൗലവി പടിയായതാണ്. എന്നാൽ സഹോദരന്മാരെ, അതാ ആ മൂസാ നബി തന്നെ കലീമുല്ലാഹി മൂസാ നബി അല്ല എന്ന് പറഞ്ഞവരുണ്ട്. അത് ബുഖാരിയിൽ തന്നെയുണ്ട്. അത് പറഞ്ഞ ആള് അള്ളാന്റെ വിലായത്തിൽ നിന്ന് പുറത്തല്ല എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ കടന്നു പോകുന്നു.